പഠിക്കുന്ന പ്രൗഢോജ്വല വാഗ്മിൽ ധാരാളമുണ്ട്. ഞാൻ മലയാളത്തിൽ ഒരു 10 മിനിറ്റിന്റെ ഉള്ളിലായി എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. റബ്ബ് തൗഫീഖ് നൽകട്ടെ. ഉപവിഷ്ടരായ ഉലമാക്കളെ, സഹോദരന്മാരെ, ദീനീ സ്നേഹികളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ സംഘടനകളും നമ്മുടെ ആദർശങ്ങളും ആശയങ്ങളൊക്കെ ഒരു ഭാഗത്ത് മാറ്റിവെച്ച് എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് കൂടി മുസ്ലിമീങ്ങളുടെയും ദീനിന്റെ പ്രശ്നം വരുമ്പോഴേക്ക് സംഘടനകളും ആശയങ്ങളും മാറ്റിവെച്ച് ഞങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന് കേന്ദ്ര സർക്കാരിന് കണ്ണു തുറപ്പിക്കാനുള്ള ഒരു മഹാസാഗരമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമ്മേളനത്തിന്റെ ജനങ്ങൾക്കുള്ള ഈ ദൃശ്യം. അല്ലാഹു തആല നമ്മുടെ ഉദ്ദേശങ്ങളെ സഫലീകരിക്കട്ടെ. ബഹുമാനികളെ, വഖഫിനെ കുറിച്ച് വളരെ സവിസ്തരമായി ഷാഫി സാദി അവറുകൾ അത് വിവരിച്ചു. അത് വിവരിക്കാൻ ഏറ്റവും അർഹൻ അദ്ദേഹം തന്നെയാണ്. നമ്മുടെ വഖഫ് ഭൂമികളെ നമ്മുടെ ഗവൺമെന്റ് കയ്യേറുന്നൊരവസ്ഥ ഈ ഭരണം വന്നതിന്റെ ശേഷം മുസ്ലിമുകളുടെ പിന്നാലെ തന്നെ കൂടിയിട്ടുണ്ട് എന്നതില്ലാതൊരു സംശയമില്ല. മുത്തലാഖിന്റെ വിഷയം വന്നു, NRCയുടെ വിഷയം വന്നു, പല പള്ളികൾക്കുള്ള സ്ഥലങ്ങളിൽ പോയി അവരുടെ സ്ഥലങ്ങൾ ഭൂമി കുടിച്ചു നോക്കാൻ വേണ്ടി തുടങ്ങി. അവരുടെ ആരാധന വസ്തുക്കളുണ്ടോ എന്ന്. അവസാനമായിട്ട് പള്ളി മാത്രമല്ല, പള്ളികളും മദ്രസകളും അറബി കോളേജുകളും യതീംഖാനകളും മുഴുവനും ഒരുമിച്ച് കൂടുന്ന ഈ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനുള്ള വഖഫ് ഭൂമിയെ കവർന്നെടുക്കാനാണ് ഈ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നാം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇതിന്റെ മുമ്പിൽ ശ്രദ്ധിക്കേണ്ട കടപ്പാടും ബാധ്യതയും ഈ ഉമ്മത്തിനുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ഈ രാജ്യം എന്ന് പറഞ്ഞാൽ നല്ല നല്ല മനുഷ്യന്മാർ ഭരണം കാണിച്ചു വെച്ച രാജ്യമാണ്. സർദാർ വല്ലഭഭായ് പട്ടേലിനെ കുറിച്ച്, സർദാർ പട്ടേലിനെ കുറിച്ച് ഇന്ത്യയിൽ അറിയാത്ത ഒരു കുട്ടിപോലുമില്ല. കോൺഗ്രസിന്റെ ഒരു കരുത്തനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം. ആ മനുഷ്യൻ ആദ്യത്തെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അദ്ദേഹമായിരുന്നു. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വർത്തമാനം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. ഡൽഹിയിലുള്ള നിസാമുദ്ദീൻ ദർഗയെ ആരോ കയ്യേറി എന്നുള്ള വിവരം കിട്ടിയപ്പോഴേക്ക് ഉടനെ തന്നെ സർദാർ പട്ടേൽ അവരുകൾ തന്റെ PS ആയ ദിവ്യാശങ്കറിനെ വിളിച്ചിട്ട് പറഞ്ഞ വാക്കുണ്ട്. ദിവ്യാശങ്കരൻ പെട്ടെന്ന് വരണം, നമുക്കൊന്നങ്ങോട്ട് പോകണം. അതായത് ഡൽഹിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ആരോ കയ്യേറുകയാണ്. അത് വഖഫ് ഭൂമിയാണ്. ആ മഹാന്റെ ക്രോധം സംഭവിക്കുന്നതിനുമുണ്ട്, കോപം സംഭവിക്കുന്നതിനുമുണ്ട്, അദ്ദേഹം ദേഷ്യപ്പെടുന്നതിനുമുണ്ട്. ഞങ്ങൾ പോയി എത്തണമെന്ന് പറയാൻ മണിക്കൂറുകൾക്കുള്ളിലായി അവിടെ എത്തി പ്രശ്നം പരിഹരിച്ച ഒരു ആഭ്യന്തരമന്ത്രി, ഇങ്ങനത്തെ ആഭ്യന്തരമന്ത്രിയാണ് നമ്മുടെ ഭാരതദേശത്തിന് ലോകത്തിന് ആവശ്യമുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ ചരിത്രങ്ങളും കഥകളും നാം പഠിക്കേണ്ടതുണ്ട്. വളരെയേറെ അതാണ് അവരുടെ പ്രവൃത്തിയാണ്, അതാണ് സ്നേഹം, അതാണ് മതേതരം, അതാണ് ജനാധിപത്യം, അതാണ് മനുഷ്യത്വം. അങ്ങനെ പെരുമാറാൻ വേണ്ടി പഠിപ്പിച്ച ഇന്ത്യയിലെ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരിൽ നിന്നൊരു പാഠം പഠിക്കണ്ടേ? എങ്ങനെയാണ് ജനാധിപത്യ രാജ്യത്ത് ഭരണം ഭരിക്കേണ്ടത് എന്ന് നോക്കി. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിലായ സംസ്ഥാനങ്ങളിൽ BJP സർക്കാർ അല്ലാതെ തന്നെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. എന്നാൽ മമതാ ബാനർജി കാണിച്ചവരെ ഒരു ആർജനം കാണിക്കാൻ മറ്റുള്ള സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർക്ക് സാധിച്ചില്ല. മമതാ ബാനർജി NRCയുടെ പ്രശ്നം എന്നപ്പോഴേക്ക് പറഞ്ഞു പശ്ചിമ ബംഗാളിൽ അത് നടക്കില്ല. അതേ സമയത്ത് വഖഫ് നിയമ തിദ്ദുപടി കായികമെന്ന സമയത്ത് മമതാ ബാനർജി പറഞ്ഞു പശ്ചിമ ബംഗാളിൽ അത് ശരിയാവില്ല, നടക്കില്ല എന്ന്. ഇങ്ങനെ ധീരതയോട് ആർജവത്തോടുകൂടെ പറയാൻ മറ്റുള്ള
സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർക്ക് സാധിക്കാത്തതിൽ നമുക്ക് ഖേദമുണ്ട്. ഇങ്ങനെയും കൂടി ഒന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഗ്യാരണ്ടികളുടെ പാക്കേജുകളുടെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഇതൊരു ഗ്യാരണ്ടിയായി മാറുമായിരുന്നു. പക്ഷേ നമുക്കത് എവിടത്തിൽ നിന്നിട്ടും നമുക്ക് കിട്ടിയില്ല. എന്നാൽ നോക്കണം ഇവിടെ. പക്ഷേ ഈ വിഷയത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാക്കൾ പലരും മുസ്ലിമീങ്ങളുടെ കൂടെ നിന്ന് ഇതിനു വേണ്ടി പ്രവർത്തിച്ച് ഇതിന്റെ എതിരിൽ ഈ നിയമം കായികമെന്നുള്ള ഭേദഗതി ഇതിനെതിരെ കേസ് കൊടുത്തവരുണ്ട്, പലരും കൊടുത്തവരുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇവിടെ പറഞ്ഞ മുസ്ലിമീങ്ങളെ കുറിച്ച് ഒരു ഖേദകരമായ നിലക്കാണ് അദ്ദേഹം പറഞ്ഞത്. എന്ത് അദ്ദേഹം പറഞ്ഞത്? മുസ്ലിം ഈ വഖഫ് സ്വത്തിന് വിനിയോഗിക്കേണ്ട രീതിയിൽ വിനിയോഗിച്ചിരുന്നു എങ്കിൽ മുസ്ലിമീങ്ങൾ ഈ സൈക്കിളിന്റെ ടയറി പഞ്ചറടിക്കേണ്ട ഗതികേട് വരുമായിരുന്നില്ല എന്ന്. യഥാർത്ഥത്തിൽ നമ്മോടുള്ള ഒരു സ്നേഹം കൊണ്ട് പറഞ്ഞതല്ല ഇത് മുസ്ലിം സമുദായത്തിനെ ഭിന്നിപ്പിക്കാനാണ്. ഇത് കേട്ടിട്ട് പലരും പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ, സത്യമല്ലേ എന്ന്. നമ്മോട് കരുണയുണ്ടായിട്ട് പറഞ്ഞതല്ല, ഈ സമുദായത്തിന് ഇത് ഭിന്നിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇവിടെ മുസ്ലിങ്ങൾ ടയർ പഞ്ചർ മാത്രം ചെയ്തതല്ല, ഈ ഇന്ത്യ രാജ്യത്തുള്ള താജ്മഹലും കുത്തുബ് മിനാറും ചാറുമിനാറും ഇതെല്ലാം ഇന്ത്യ രാജ്യത്തിന്റെ ഈ ഏറ്റവും വലിയ സമ്പത്തും ഈ സൗകര്യം ഇതെല്ലാം ഉണ്ടാക്കി ഇന്ത്യ രാജ്യത്തിന് കൊടുകയായി കൊടുത്തത് ഇത് മുസ്ലിമീങ്ങളാണ് എന്ന് ഒരിക്കലും മറന്നു പോകരുത്. ഇതൊന്നും അവർ കണ്ടില്ല, ഇത് മനസ്സിലാക്കില്ല. 10 കിലോമീറ്റർ നടന്നു പോയിട്ട് സൈക്കിൾ ചവിട്ടിയിട്ട് പകലും പഠിക്കാൻ വേണ്ടി വലിയ അബ്ദുൽ കലാം ആസാദ് ശാസ്ത്രജ്ഞനായത് മാത്രമല്ല ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി മാറി. അത് കാണുന്നില്ലേ? നിങ്ങൾക്ക് ആ ചരിത്രം അറിയില്ലേ? എത്ര പേരാണ് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപതികളായി മാറിയത്? ഇങ്ങനെ നോക്കുമ്പോഴേക്ക് ഇതെല്ലാം കണ്ണടച്ചിട്ട് മുസ്ലിമീങ്ങളെ മാത്രം പിന്നാലെ കൂടി നീങ്ങുമ്പോഴേക്ക് അവസാനം നമ്മുടെ വഖഫ് ഭൂമിയിൽ കയ്യേറാൻ വേണ്ടി വന്നപ്പോഴേക്ക്